ഈ ഒരു പെട്രോൾ എഞ്ചിനിലിരുന്ന വാഹനത്തിന് ഈ ഒരു കൗൾ ടോപ്പിൻ്റെ ഭാഗത്ത് ഇതൊന്നൊരു ഡാമ്പിംഗ് ഷീറ്റ് പോലത്തെ ഒരു ഷീറ്റ് കൊണ്ട് മറച്ചിട്ടുണ്ട്. ശരിക്കും എന്തായിരിക്കും ഇതിൻ്റെ പർപ്പസ്, എന്തായിരിക്കും ഇതിൻ്റെ ആവശ്യം? എഞ്ചിൻ നോയ്സ് ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ്. എനിക്കറിയാത്തതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അറിവുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ലോ കിലോമീറ്ററിൽ വന്നിട്ടുള്ള ഒരു റിനോൾട്ടിൻ്റെ ഡസ്റ്ററാണ് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. വെറും 47,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന 2018 മോഡലിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ RXL എന്ന വേരിയന്റിൽ നിൽക്കുന്ന KL18 വടകര രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു കോഫി ബ്രൗൺ കളറിൽ നിൽക്കുന്ന ഒരു വാഹനം. പെട്രോൾ എഞ്ചിനിൽ ഒരുപാട് പേര് ചോദിക്കുന്നത് ഇത് 1 ടൺ ആണോ 85 ആണെന്നുള്ളത്. ശരിക്കും പെട്രോൾ എഞ്ചിൻ ഒറ്റ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ഡീസൽ എഞ്ചിനിൽ നിൽക്കുമ്പോഴാണ് 85 1 ടൺ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. പെട്രോൾ എഞ്ചിൻ ഒറ്റ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു വാഹനം. 7 വർഷമായിട്ട് പോലും വെറും 47,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുണ്ട്. 95% അപ്പോൾ ഫ്രണ്ട് ടയേഴ്സ് നിൽക്കുന്നു. ബാക്കും ഒരു 70% ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. RXL എന്ന മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ്. ബേസിക്കലി അത്യാവശ്യത്തിലധികം എല്ലാ ഫീച്ചേഴ്സ് നിൽക്കുന്നു. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ഒരു ഡസ്റ്റർ എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ ഈ ഒരു റണ്ണിംഗ് ബോർഡിന് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ കാര്യപ്പെട്ട ഡാമേജും പരിക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടെയിൽ ലാമ്പൊക്കെ ഒരു വെറൈറ്റി ഡിസൈനിലാണ് ഈ 2018 കാലഘട്ടങ്ങളിൽ റിനോൾട്ട് വാഹനം നിരത്തിലിറക്കിയിട്ടുള്ളത്. പിന്നെ ബാക്ക് വൈപ്പർ ഇതിനകത്ത് വരുന്നുണ്ട്, ഡിഫോഗർ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഏതെങ്കിലും ഒരു വാഹനമൊക്കെ ഹുക്ക് ചെയ്ത് വലിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു ഫെസിലിറ്റി ഒക്കെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി റിനോൾട്ടിൻ്റെ ഏറ്റവും നല്ല സസ്പെൻഷനോട് കൂടിയിട്ടുള്ള ഏറ്റവും നല്ല യാത്രാ കംഫർട്ടുള്ള ഒരു വാഹനം തന്നെ റിനോൾട്ടിൻ്റെ ഡസ്റ്റർ എന്നറിയപ്പെടുന്ന ഈ ഒരു വാഹനം. മിഡിൽ ഓപ്ഷൻ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 12-13 റേഞ്ചിൽ നമുക്ക് പെട്രോൾ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഓൾറെഡി കമ്പനി ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വേരിയൻ്റാണ് ഈ RXL എന്ന വേരിയൻറ്റ്. വാഹനത്തിൻ്റെ വില വരുന്നത് 6,05,000 രൂപ. 6 മാസം വാറണ്ടിയോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാവുന്നതാണ്. എഞ്ചിനും ഗിയർ ബോക്സിൻ്റെയും വാറണ്ടിയോട് കൂടി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നല്ലൊരു SUV സെഗ്മെൻറ്റിൽ നിൽക്കുന്ന നല്ല യാത്രാ കംഫർട്ടുള്ള ലോങ് ഡ്രൈവിനൊക്കെ ഏത് ഗട്ടറിലൂടെയൊക്കെ എടുത്തിട്ട് പായാൻ പറ്റിയുള്ള ഒരു വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക്, എസ്പെഷ്യലി മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ളൊരു വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടൊരു വാഹനം തന്നെയാണ് ഈ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന റിനോൾട്ടിൻ്റെ വെറും 47,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഡസ്റ്റർ എന്ന വാഹനം, RXL എന്ന പേരിൽ നിൽക്കുന്ന വാഹനം. അപ്പോൾ താല്പര്യമുള്ളവർ ബുക്കിങ്ങിനും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.